പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. There are two fundamental charges, positive and negative. രണ്ട് തരത്തിലുള്ള ചാർജസ് ആണ് ഉള്ളത്, പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. ഒരേ തരത്തിലുള്ള ചാർജുകൾ റിപ്പൽ ചെയ്യുന്നു, വ്യത്യസ്ത ചാർജുകൾ അട്രാക്ട് ചെയ്യുന്നു. പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിനാൽ അട്രാക്ട് ചെയ്യപ്പെടുന്നു, പോസിറ്റീവ് ചാർജിനാൽ റിപ്പൽ ചെയ്യപ്പെടുന്നു, നെഗറ്റീവ് ചാർജിനാൽ റിപ്പൽ ചെയ്യപ്പെടുന്നു. ഇതാണ് 3 പോസിബിലിറ്റീസ്. പോസിറ്റീവ് ചാർജ് അട്രാക്ട് വിത്ത് നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ് റിപ്പൽസ് വിത്ത് പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് റിപ്പൽസ് വിത്ത് നെഗറ്റീവ് ചാർജ്. The electric charge is additive in nature. 2 കൂളോം ചാർജിൻ്റെ കൂടെ ഒരു 3 കൂളോം ചാർജ് നമ്മൾ കൊടുത്താൽ ബോഡിക്ക് 5 കൂളോം ചാർജ് ലഭിക്കുന്നതാണ്. ഒരു 10 കൂളോം ചാർജുള്ള ഒരു ബോഡിയിലേക്ക് -2 കൂളോം ചാർജ് നമ്മൾ കൊടുത്താൽ 8 കൂളോം ചാർജാണ് ബോഡിക്ക് ലഭിക്കുന്നത്. The electric charge is additive in nature. Electric charges obey the principle of quantization of charge. അത് ഇലക്ട്രിക് ചാർജസുമായി ബന്ധപ്പെട്ടൊരു നിയമമാണ്, അത് നമുക്ക് പിന്നീട് പഠിക്കുന്നുണ്ട്. ഇലക്ട്രിക് ചാർജസ് ഒബേ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഇത് നമ്മൾ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. The principle of quantization of charge. All charges appear as integral multiples of electronic charge. എല്ലാ ചാർജ് ബോഡിയുടെയും ചാർജ് ഇലക്ട്രോണിക് ചാർജിൻ്റെ ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ദറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു ± NE, where N ഈസ് ഈക്വൽ ടു 1, 2, 3, 4 etc. E ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁻19 കൂളോം. E എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനോ ഒരു പ്രോട്ടോണിനോ പൊസസ് ചെയ്യുന്ന ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. 1E എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻19 കൂളോം. പ്രോട്ടോണിന് പോസിറ്റീവ് നേച്ചറുള്ള 1.6 × 10⁻⁻19 കൂളോം ചാർജുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിന് നെഗറ്റീവ് നേച്ചറുള്ള 1.6 × 10⁻⁻19 കൂളോം ചാർജുണ്ട്. അപ്പോൾ ഏതൊരു വസ്തുവിൻ്റെയും ചാർജ് 1.6 × 10⁻⁻19 കൂളോമിൻ്റെ ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും, ഒരു ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിരിക്കും. NE അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം. എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 1, 2, 3, 100, 1000, 1001, 25 എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഹോൾ നമ്പർ ആയിരിക്കും. അല്ലാതെ 1.2, 75.7 എന്ന രൂപത്തിലുള്ള ഒരു നമ്പർ ലഭിക്കുന്നതല്ല. ഇത് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. 2 വസ്തുക്കൾ തമ്മിൽ റബ്ബ് ചെയ്യുകയോ മറ്റെന്തെങ്കിലും കാരണവശാൽ ഒരു ബോഡിക്ക് ചാർജ് കിട്ടുമ്പോൾ ഒരിക്കലും ഒരു ഇലക്ട്രോണിൻ്റെ പകുതിയോ മറ്റേ ഒരു പോർഷനോ മാത്രമായിട്ട് ഒരു ബോഡിക്ക് അധികമായോ എക്സസ് ആയിട്ടോ ഡെഫിസിറ്റ് ആയിട്ടോ ലഭിക്കുന്നതല്ല. അപ്പോൾ ഇലക്ട്രോണുകളുടെ ഡെഫിസിറ്റ് പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പോലെ ഇലക്ട്രോണുകളുടെ എക്സസ് നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്നു. അത് ഇലക്ട്രോണുകളുടെ എണ്ണം ഒരു ഹോൾ നമ്പർ ആയിരിക്കും. ഇതിന് ചില എക്സാമ്പിൾസ് നമുക്ക് പരിശോധിക്കാം. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എക്സസ് ഓർ ഡെഫിസിറ്റ് ഇൻ ദ ഫോളോയിങ് കേസസ്. ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ABCDE എന്ന് പറഞ്ഞ 5 വിഭാഗങ്ങളായിട്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ ഓരോ കേസിലും ഒരു ചാർജ്ഡ് ബോഡിയുടെ ചാർജ് തന്നിരിക്കുന്നു. അതിൽ എത്രമാത്രം ഇലക്ട്രോണുകൾ അത് എക്സസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. എ ബോഡി പൊസസസ് -100 കൂളോം ഓഫ് ചാർജ്. B question: a body possesses +16 coulomb of charge. C:
A body is electrically neutral. D. A body possesses plus 3.2 into 10 raised to minus 20 coulomb of charge. E. A body possesses minus 0.048 into 10 raised to minus 16 coulomb of charge. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ചെയ്ത് നോക്കാം. A body possesses minus 100 coulomb of charge. Principle of quantization of charge പ്രകാരം Q is equal to plus or minus Ne. Plus or minus എന്ന് ഉദ്ദേശിക്കുന്നത് എക്സസ് ഓർ ഡെഫിസിറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ N is equal to Q by E എന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. Q by 1.6 into 10 raised to minus 19. 1 by 1.6 into 10 raised to minus 19 ന്റെ വാല്യൂ 6.25 into 10 raised to plus 18 ആണ്. അപ്പോൾ നമുക്ക് സൗകര്യം 1.6 into 10 raised to minus 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനേക്കാൾ സൗകര്യം 6.25 into 10 raised to plus 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അതുകൊണ്ട് ഇക്വേഷൻ ഞാൻ മോഡിഫൈ ചെയ്തു. Q by 1.6 into 10 raised to minus 19 എന്നുള്ളത് 6.25 into 10 raised to plus 18 into Q എന്നാക്കി. Qയിൽ നമുക്ക് ആ ചാർജിൻ്റെ വാല്യൂ കൊടുത്താൽ മതി. ഇവിടെ ചാർജിൻ്റെ വാല്യൂ Q is equal to minus 100 coulomb. Therefore, N equal to minus of 6.25 into 10 raised to 18 into 100. മൾട്ടിപ്ലൈ ചെയ്താൽ 625 into 10 raised to plus 18 എന്ന് കിട്ടും. അത്രയും ഇലക്ട്രോൺസ് എക്സസ് എന്ന് പറയാൻ കാരണം എന്നിൻ്റെ വാല്യൂ മൈനസ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ മൈനസ് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺസ് എക്സസ്. 625 into 10 raised to 18 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ, ഒരു ഹോൾ നമ്പർ ആയതുകൊണ്ട് അത് പോസിബിൾ ആണ്. ബി ക്വസ്റ്റ്യൻ. എ ബോഡി പൊസസസ് പ്ലസ് 16 coulomb of charge. Q is equal to plus or minus Ne. റീഅറേഞ്ച് ചെയ്താൽ N equal to Q by E equal to 6.25 into 10 raised to 18 into Q. Qയിൽ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് പ്ലസ് 16 coulomb എന്നാണ്. അങ്ങനെ Qൻ്റെ ഭാഗത്ത് പ്ലസ് 16 എന്ന് കൊടുത്താൽ 6.25 into 10 raised to 18 into 16 എൻ്റെ വാല്യൂ 100 into 10 raised to 18 ആണ് കിട്ടുന്നത്. അത് പോസിറ്റീവ് ആണ് എന്നായിട്ട് കിട്ടിയത് എന്നുള്ളത് കൊണ്ട് ഇലക്ട്രോൺസ് ഡെഫിസിറ്റ് ആണ്. 100 into 10 raised to plus 18 അത് പോസിബിൾ ആണ്, കാരണം അതൊരു ഹോൾ നമ്പറാണ്. സി. എ ബോഡി ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഇലക്ട്രോൺസ് എക്സസ് ഇല്ല, ഡെഫിസിറ്റ് ഇല്ല. നോ എക്സസ് ഓർ ഡെഫിസിറ്റ് ഓഫ് ഇലക്ട്രോൺസ്. ഡി ക്വസ്റ്റ്യൻ. പ്ലസ് 3.2 into 10 raised to minus 20 coulomb ഓഫ് ചാർജ് ആണ് ബോഡിക്ക് പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്നിൻ്റെ വാല്യൂ N is equal to 6.25 into 10 raised to 18 into Q എന്ന് പറയുന്ന ഇക്വേഷനിലെ Qൻ്റെ വാല്യൂ പ്ലസ് 3.2 into 10 raised to minus 20 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 20 into 10 raised to minus 2 എന്നാണ്. അത് 10ന്റെ പവർ 10 raised to minus 2 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 0.2 എന്ന് കിട്ടും. അപ്പോൾ 0.2 എന്ന് പറയുന്ന ഇലക്ട്രോൺസ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അസാധ്യമാണ്. അത് പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിന് എതിരാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു കേസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. 0.2 ഇലക്ട്രോൺസ് ഡെഫിസിറ്റ് എന്നത് വരാൻ കഴിയില്ല. ഇതിൻ്റെ വാല്യൂ ഒരു ഹോൾ നമ്പർ ആയിരിക്കണം. അപ്പോൾ ദിസ് കേസ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയേണ്ടി വരും. ഹിയർ N is equal to 0.2 is not an integer, hence this case is impossible according to the principle of quantization of charge. E question. A body possesses minus 0.048 into 10 raised to minus 16 coulomb of charge. ഇവിടെ നമുക്ക് N is equal to 6.25 into 10 raised to plus 18 into Q എന്ന ഇക്വേഷനിലെ Qൻ്റെ ഭാഗത്ത് മൈനസ് ഓഫ് 0.048 into 10 raised to minus 16 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.3 into 10 raised to 2 എന്നാണ്. അത് 10ന്റെ പവർ നമ്മൾ ഇവിടെ 0.3 കൊടുത്തു കഴിഞ്ഞാൽ 30 എന്ന് കിട്ടും. 30 എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പറാണ്, അത് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ 30 ഇലക്ട്രോൺസ് എക്സസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മൈനസ് ആണ്. ഇതിൻ്റെ വാല്യൂ മൈനസ് ആണ്. അത് കാരണം 30 ഇലക്ട്രോൺസ് എക്സസ് എന്നാണ് നമുക്ക് ആൻസർ. The principle of conservation of charge. For an isolated system, the net charge always remains constant. That is,
ചാർജ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ നമുക്ക് പരിശോധിക്കാം. ചാർജിങ് ബൈ കോണ്ടാക്ട്. എ ബി എന്ന് പറയുന്ന രണ്ട് ഐഡന്റിക്കൽ ബോഡീസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ എക്ക് 10 മൈക്രോ കൂളോം, ബിക്ക് 4 മൈക്രോ കൂളോം ഇനീഷ്യലി ഉണ്ടായിരുന്നു. കോണ്ടാക്റ്റിൽ വെച്ച ശേഷം സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എക്കും ബിക്കും ഈക്വലായുള്ള ചാർജ് ഷെയർ ചെയ്ത് കിട്ടുകയാണ് 7 മൈക്രോ കൂളോം വീതം. ടോട്ടൽ ചാർജ് ഇനീഷ്യലി കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പെയുള്ള ടോട്ടൽ ചാർജ് നോക്കിയാൽ 10 + 4 = 14. കോണ്ടാക്റ്റിൽ വെച്ച് കഴിഞ്ഞ ശേഷം സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അവയ്ക്ക് ഓരോന്നിനും ലഭിക്കുന്ന ചാർജ് 7 മൈക്രോ കൂളോം വീതം. അപ്പോൾ 7 + 7 14. അപ്പോൾ ടോട്ടൽ ചാർജ് ഇനീഷ്യലി ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ഫൈനലി. ടോട്ടൽ ഇനീഷ്യൽ ചാർജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫൈനൽ ചാർജ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോണിക് ചാർജ്. ഇലക്ട്രോണിക് ചാർജ് എന്ന് പറയുന്നത് ചാർജിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ്. ദ സ്മാളസ്റ്റ് charge is the charge possessed by an electron or charge possessed by proton. Charge possessed by an electron is numerically equal to charge possessed by a proton, but electron possesses negative charge and proton possesses positive charge. അതിൻ്റെ വാല്യൂ 1.6 × 10⁻⁹ കൂളോം ആണ്. ഈ ഒരു ന്യൂമറിക്കൽ വാല്യൂ അതിനാണ് ഒരു ഇലക്ട്രോണിക് ചാർജ് എന്ന് പറയുന്നത്. 1 ഇലക്ട്രോണിക് ചാർജ് ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁹ കൂളോം. ഇലക്ട്രോണിക് ചാർജിന് ഇ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ 1E ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁹ കൂളോം. കൂളോം എന്നുള്ളത് ചാർജിൻ്റെ SIയിലുള്ള യൂണിറ്റാണ്. പക്ഷേ ഏറ്റവും ചെറിയ യൂണിറ്റ് ഇലക്ട്രോണിക് ചാർജാണ്. ഇലക്ട്രോണിക് ചാർജ് എന്ന് പറയുമ്പോൾ പ്രോട്ടോണിനും ഇലക്ട്രോണിനുമുള്ള ചാർജാണ്. Proton possess 1e positive charge and electron possess 1e negative charge എന്നാണ് പറയേണ്ടത്. ഇറ്റ് ഈസ് ദ സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് ചാർജ്. ഇലക്ട്രോണിക് ചാർജിൽ നിന്ന് കൂളോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് 1e = 1.6 × 10⁻⁹ കൂളോം എന്ന ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. A proton possess +1e and an electron possess -1e. Unit of charge. Unit of charge in SI is coulomb. An electron has a charge -1.6 × 10⁻⁹ coulomb. A proton has a charge +1.6 × 10⁻⁹ coulombs. One electronic charge is equal to 1.6 × 10⁻⁹ coulomb. Now 1 coulomb is equal to 6.25 × 10⁻+18 electronic charge. That is, 1 coulomb of negative charge contain 6.25 × 10⁻18 number of electrons. ഒരു കൂളോമിൽ എത്ര ഇലക്ട്രോണുകളുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു കൂളോം നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കാൻ എത്ര ഇലക്ട്രോൺസ് എക്സസ് വേണം എന്ന് ചോദിച്ചാൽ 6.25 × 10⁻18 number of electrons എക്സസ് വേണം. ഒരു റിവിഷൻ എന്ന രീതിയിൽ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ടോപ്പിക്സുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. Question number 1. What are the methods of charging a body? We know that there are 3 methods for charging a body. They are charging by friction, charging by conduction, and charging by induction. Next question. A polythene piece rubbed with wool is found to have a negative charge 3 × 10⁻⁷ coulomb. Question A. Estimate the number of electrons transferred. B. Is there a transfer of mass from wool to polythene? ഇപ്പോൾ ഇവിടെ ഒരു പോളിത്തീൻ പീസ് വൂളുമായിട്ട് റബ്ബ് ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ പോളിത്തീൻ പീസിന് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നതായി കണ്ടു. പോളിത്തീൻ പീസിന് 3 × 10⁻⁷ കൂളോം ഓഫ് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. ചോദ്യം, എത്ര ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു? പോളിത്തീൻ പീസിന് നെഗറ്റീവ് ചാർജ് ലഭിച്ചതുകൊണ്ട് വൂളിൽ നിന്ന് പോളിത്തീൻ പീസിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്നും, പോളിത്തീൻ പീസിന് എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അതേ എക്സ്റ്റെൻറ്റ് ഡെഫിസിറ്റ് ഓഫ് ഇലക്ട്രോൺസ് വൂളിനുണ്ട്, അതുകൊണ്ട് വൂളിന് പോസിറ്റീവ് ചാർജും അതേ എക്സ്റ്റെൻറ്റ് പോസിറ്റീവ് ചാർജും ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് പ്രകാരം Q = +or - NE, അല്ലെങ്കിൽ N = Q/E. N = 1/Eക്ക് 6.25 × 10⁻18 എന്നാണ്. നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? N = 6.25 × 10⁻18 × Q. Qൻ്റെ ഭാഗത്ത് നമുക്ക് 3 × 10⁻7 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് കിട്ടുന്ന ആൻസർ 18.75 × 10⁻11 ആണ്. അപ്പോൾ ഇത്രയും ഇലക്ട്രോണുകൾ പോളിത്തീൻ പീസിൽ എക്സസ് ഉണ്ട് എന്നും 18.75 × 10⁻11 ഇലക്ട്രോൺസ് വൂളിന് ഡെഫിസിറ്റാണ് എന്നും, അത്രയും പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്നും, അതുകൊണ്ടാണ് പോസിറ്റീവ് ചാർജ് +3 × 10⁻7 കൂളോം പോസിറ്റീവ് ചാർജ് ആയിരിക്കും വൂളിന് ലഭിക്കുന്നത്. പോസിറ്റീവ് ചാർജ് ലഭിക്കാൻ ഇത്രയും ഇലക്ട്രോണുകളുടെ ഡെഫിസിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ബി ക്വസ്റ്റ്യൻ, ഈസ് ദർ എ ട്രാൻസ്ഫർ ഓഫ് മാസ് ഫ്രം വൂൾ ടു പോളിത്തീൻ? ഇവിടെ വൂളിൽ നിന്ന് പോളിത്തീൻ പീസിലേക്ക് ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇലക്ട്രോണുകൾക്ക് മാസ് ഉള്ളത് കൊണ്ട് അവിടെ പോളിത്തീൻ പീസിലേക്ക് മാസ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്ന് പറയേണ്ടി വരും. അപ്പോൾ ബിയുടെ ആൻസർ യെസ്, ദർ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് മാസ് ഫ്രം വൂൾ ടു പോളിത്തീൻ എന്ന് പറയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ചാർജ്ഡ് ബോഡി A of charge 8 microcoulomb is placed in contact with another uncharged body B and removed. Then the body B is made in contact with another body C of charge 6 microcoulomb and removed. If the bodies are identical, find the final charge on each body. നമുക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ Q = Q1 + Q2/2. ഇവിടെ ബോഡി എക്ക് ഇനീഷ്യലി 8 മൈക്രോകൂളം ചാർജ് ഉണ്ടായിരുന്നു. ബിക്ക് ചാർജ് ഇല്ല, 0, അൺചാർജ്ഡ് ബോഡിയാണ്. അപ്പോൾ അത് രണ്ടും കോണ്ടാക്റ്റിൽ വെച്ച് സെപ്പറേറ്റ് ചെയ്താൽ കിട്ടുന്ന ചാർജ് 8 + 0/2. അപ്പോൾ 4 മൈക്രോകൂളം വീതം എക്കും ബിക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ എക്ക് ലഭിക്കുന്ന ചാർജ് 4 മൈക്രോകൂളം, ബിക്ക് 4 മൈക്രോകൂളം. ബി തുടർന്ന് സി എന്ന് പറയുന്ന ബോഡിയുമായി അതിൻ്റെ ചാർജ് 6 മൈക്രോകൂളമാണ്. 6 മൈക്രോകൂളമുള്ള സിയുമായിട്ട് കോണ്ടാക്റ്റിൽ വയ്ക്കുന്നു, തുടർന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവയ്ക്ക് ഓരോന്നിനും ലഭിക്കുന്ന ചാർജ് 4 + 6/2 എന്ന് ചെയ്യേണ്ടി വരും. 4 + 6 എന്ന് പറഞ്ഞാൽ 10, 10/2 എന്നാൽ 5. അപ്പോൾ ബിക്ക് 5 മൈക്രോകൂളം, സിക്ക് 5 മൈക്രോകൂളം വീതം ലഭിക്കും. ഇവിടെ എക്ക് 4 മൈക്രോകൂളം ചാർജ് ലഭിച്ചു, ബിക്കും സിക്കും 5 മൈക്രോകൂളം ചാർജ് വീതവും ലഭിച്ചു. ഇത് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് പ്രകാരം ചെക്ക് ചെയ്യുകയാണെങ്കിൽ എക്ക് ഇനീഷ്യൽ ചാർജ് 8 മൈക്രോകൂളം, ബിക്ക് 0, സിക്ക് 6. അപ്പോൾ ടോട്ടൽ ഇനീഷ്യൽ ചാർജ് 8 + 6 14 എന്ന് വരും. ഫൈനൽ ചാർജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്ക് 4, ബിക്ക് 5, സി 5. അപ്പോൾ ടോട്ടൽ ചാർജ് 4 + 5 + 5 again 14. അപ്പോൾ ടോട്ടൽ ഇനീഷ്യൽ ചാർജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫൈനൽ ചാർജ്. ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ഒബേ ചെയ്യുന്നു. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ആൾ ഫ്രീ ഇലക്ട്രോൺസ് ആർ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് യൂണിറ്റ് ചാർജ് ഇ. ദെൻ ക്വാണ്ടൈസേഷൻ റൂൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ് ഇംപ്ലൈസ്. ഇത് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Q = NE എന്നതാണ് ഇതിലെ ആൻസർ. സി ആണ് ആൻസർ. Q = NE. Fifth question. How much greater is 1 microcoulomb compared to electronic charge? ഒരു മൈക്രോകൂളോം എന്ന് പറഞ്ഞാൽ 10⁻⁶ കൂളോം എന്ന് പറയുന്നത്
ഇലക്ട്രോണിക് ചാർജ് എന്നാൽ 1.6 ഇൻറ്റു 10⁻⁹ കൂളോമിൻ്റെ എത്ര മടങ്ങാണ് എന്നാണ് ചോദ്യം. അതിന് നമുക്ക് n ഈസ് ഈക്വൽ ടു 6.25 ഇൻറ്റു 10⁻18 ഇൻറ്റു Q എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് n ഈക്വൽ ടു Q/E എന്ന ഇക്വേഷൻ. അതാണ് 6.25 ഇൻറ്റു 10⁻18 ഇൻറ്റു Q എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. Qൻ്റെ ഭാഗത്ത് 1 മൈക്രോ കൂളം കൊടുക്കുക. 6.25 ഇൻറ്റു 10⁻18 ഇൻറ്റു 1 മൈക്രോ കൂളം എന്ന് പറഞ്ഞാൽ 10⁻6 കൂളം കൊടുത്താൽ നമുക്ക് 6.25 ഇൻറ്റു 10⁻12 എന്ന് കിട്ടും. 6.25 ഇൻറ്റു 10⁻12 അപ്രോക്സിമേറ്റ്ലി 10⁻13 ആക്കാം. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനുകൾ 10ൻ്റെ പവറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 6.25നെ നമുക്ക് 10 ആയിട്ട് റൗണ്ട് ചെയ്യാം. 10 ഇൻറ്റു 10⁻12 ഈക്വൽ ടു 10⁻13. അപ്പോൾ ആൻസർ 10⁻13 ടൈംസ് എന്നതാണ്. 6th ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇലക്ട്രോൺസ് കൺസ്റ്റിറ്റ്യൂട്ട് 1 കൂളോം ഓഫ് നെഗറ്റീവ് ചാർജ് എന്നാണ്. ഒരു കൂളോം നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കാൻ എത്ര ഇലക്ട്രോണുകൾ വേണം? ആൻസർ 6.25 ഇൻറ്റു 10⁻18. ഇത് നമ്മൾ മുന്നേ വിശദീകരിച്ചതാണ്. 6.25 ഇൻറ്റു 10⁻18 Q എന്ന ഇക്വേഷനിൽ Qൻ്റെ ഭാഗത്ത് 1 എന്ന് കൊടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് 6.25 ഇൻറ്റു 10⁻18 നമ്പർ. അത്ര ഇലക്ട്രോണുകളാണ് ഒരു കൂളോം നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഉള്ളത്.